ഗൈസ് അങ്ങനെ ഞാൻ നാട്ടിൽ പോവാണ് കേട്ടോ. കഴിഞ്ഞ 1.5 വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ നാട്ടിലേക്ക് പോണത് തന്നെ. എൻ്റെ കുട്ടികളെ കാണാനായിട്ടാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ എൻ്റെ പിള്ളേരെ വിട്ടിട്ട് എനിക്ക് ഇത്ര നിൽക്കേണ്ടി വരും, ഇത്ര ഒരു വർഷമൊക്കെ എനിക്ക് നിൽക്കാൻ പറ്റും എന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടില്ല. ആക്ച്വലി ഞങ്ങളങ്ങനെ നിൽക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല കേട്ടോ ഇങ്ങോട്ട് വന്നത് തന്നെ യു കെക്ക്. ഞങ്ങളൊരു 3 മാസം കഴിഞ്ഞ പിള്ളേരെയും ഒക്കെ കൊണ്ടുവരണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് ഫുള്ള് പ്ലാൻ പാളിപ്പോയി. കാരണം നമുക്ക് ഇവിടെ വന്നാൽ വിചാരിച്ച പോലെ ജോലി കിട്ടിയില്ല, ഒന്നും വിചാരിച്ച പോലെ നടന്നില്ല. അപ്പോൾ ഗൈസ് പ്ലാനിങ് ചെയ്യണതൊക്കെ നല്ലതാണ്, പക്ഷേ ഫ്യൂച്ചറിന് ഒരു ഫാമിലീനെ വെച്ചിട്ടുള്ള ഒരു പ്ലാനിങ് ചെയ്യണത് അത് ഭയങ്കര ഒരു ബോർ പരിപാടിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അത് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ ഒരിക്കലും നടക്കണം എന്നില്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ പിള്ളേരെ വിട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പ്ലാനിങ് ചെയ്യരുത്. ഞാൻ ഇതിൽ കൂടെ പഠിച്ചത് അതാണ്. നമ്മൾ അങ്ങനെ ഒരു പ്ലാനിങ് ചെയ്യരുത്. കാരണം നമ്മുടെ കയ്യിലല്ല ഒന്നും ഇരിക്കണത്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് എടുത്തു. ഫ്ലൈറ്റ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഖത്തർ എയർവേസ് ആണ് കേട്ടോ. കാരണം ഖത്തർ എയർവേസിൽ തന്നെ റിട്ടേണും ടിക്കറ്റ് എടുത്തു കേട്ടോ. ഓക്കെ, അത് ഞങ്ങൾ സത്യം പറഞ്ഞ കുട്ടികളെ കാണാനുള്ള എക്സൈറ്റ്മെന്റിൽ എത്ര മണിക്കൂർ ലേവർ ഉണ്ട് ഇതൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ. ചുമ്മാ പോണ സമയത്ത് 1 hour ലേവർ കാണിച്ചു ഞങ്ങളത് ടിക്കറ്റ് ബുക്ക് ചെയ്തു, അങ്ങോട്ട് പോയി ഖത്തറിലേക്ക്. ഖത്തറിലേക്ക് സോറി നാട്ടിലേക്ക്. അതിൽ തന്നെ എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് കിട്ടിയതെന്ന് വെച്ചാൽ എൻ്റെ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നല്ലോ, ലൈക്ക് ലേവർ ഉണ്ടായിരുന്നു ഖത്തറിൻ്റെ തന്നെ ഫ്ലൈറ്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് നേരിട്ട് എയറോപ്ലെയിനൊക്കെ കാണാൻ കിട്ടി കേട്ടോ. എപ്പോഴും ഇതിൻ്റെ ഒരു പാത്ത് വേ കൂടിയാണ് നമ്മൾ ഉള്ളിൽ കയറ്റുക. അപ്പോൾ നമുക്ക് എയറോപ്ലെയിൻ്റെ ഒന്നും പുറത്തുനിന്നൊന്നും കാണാനൊന്നും പറ്റില്ല. പക്ഷെ ഇത് ശരിക്കും സിനിമയിലൊക്കെ കാണുന്ന പോലെ സ്റ്റെപ്പൊക്കെ കയറി അങ്ങനെ എനിക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി കേട്ടോ. പിന്നെ ഫുഡൊക്കെ ഖത്തർ എയർവേസ് ആയ കാരണം അറിയാമല്ലോ, നല്ല സർവീസൊക്കെ ആയിരുന്നു, നല്ല ഫുഡൊക്കെ ആയിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല കംഫർട്ടബിൾ സീറ്റിങ്ങും എല്ലാം കൂടി നല്ലതായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ഞാൻ നാട്ടിലേക്ക് എത്തി. നാട് എത്താറായിട്ടു. എൻ്റെ കുട്ടികളെ കാണാനുള്ള ഫുൾ ഇമോഷണൽ എന്താ പറയുക, എനിക്ക് കരച്ചിലും. ഞാൻ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കരഞ്ഞു വരിക കുഞ്ഞുങ്ങളെ കാണാനായിട്ട്. ഇവരെ കാണാണ്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇവർക്ക് സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഇവർ അറിയണില്ല കേട്ടോ ഞാനും മകിയും വരുന്നുണ്ടെന്ന്. അതാണ് അവരിങ്ങനെ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ നോക്കണത്. ഭയങ്കര ഒരു